ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗം നോക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു SCERT പാഠഭാഗം വായിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടും കൂടി നോക്കണം ഒരു ഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ എങ്ങനെ നല്ല രീതിയിൽ ഒരു പാഠഭാഗം നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് എൻ്റേതായ രീതിയിൽ ഞാൻ ജസ്റ്റ് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു പാഠഭാഗം പഠിക്കുന്നതിലൂടെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യും, ഞാനൊന്ന് ആഡ് ഓൺ ചെയ്ത് പറയും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ അത് എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഓരോ ചാപ്റ്റർ ഇങ്ങനെ ശ്രദ്ധിച്ച് വേണ്ടത്, അതായത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും എന്നാൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, ഒരുമിച്ച് ചേർത്ത് വേണം പഠിക്കാൻ ശ്രമിക്കാം. സോ ദാറ്റ് നമുക്ക് പഠനം കുറച്ചും കൂടെ ഈസി ആകും. ഓക്കെ, നമുക്ക് വളരെ ഹെക്ടിക്കായിട്ട് തോന്നില്ല. എന്നാൽ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ കുറേയധികം നമ്മളിപ്പോൾ ഈ കാണുന്ന പാഠഭാഗം ഉണ്ടല്ലോ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്ന പല ദേശീയ പ്രസ്ഥാനത്തിനെ കുറിച്ചുള്ള മെൻഷനിങ്ങും അതുപോലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒക്കെ എന്താണ് റെലവൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ചാൽ അത് മാത്രം നോക്കരുത്. പകരം നമ്മൾ എന്ത് ചെയ്യണം, ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണൽ കാര്യങ്ങളും കൂടി ആ ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഇപ്പോൾ നവോത്ഥാന നായകന്മാരൊക്കെ നമുക്ക് LGSന് വളരെ വേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള നവോത്ഥാന നായകരെ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ അത് LGSനാണ് വളരെയധികം ചോദിക്കുക കേട്ടോ, വളരെ ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ചോദിക്കാം. നമുക്ക് ക്രൊണോളജിക്കൽ ഓർഡറിൽ ആക്കാൻ പറഞ്ഞിട്ട് കുറേയധികം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും വർഷം ആക്ച്വലി ഈ പറയുന്ന ഇതിലൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പാഠഭാഗം നോക്കുമ്പോൾ വേണ്ടതും എന്നാൽ ഇതിൽ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത കുറേയധികം അഡീഷണൽസും ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ വേണം SCERT പാഠഭാഗം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ വഴിയൊന്ന് കാണിച്ചത് ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് എന്നുള്ള രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികനെ കുറിച്ചാണ്. നമുക്കറിയാം ദാദാഭായ് നവറോജിയാണ് അല്ലേ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ കുറേയധികം കാര്യങ്ങൾ, അതായത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു നയം, സാമ്പത്തിക നയം എത്രത്തോളം ഇന്ത്യയെ ചൂഷണം ചെയ്തു എന്നുള്ളത് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നു എന്ന തൻ്റെ നിരീക്ഷണമായ ഡ്രെയിൻ തിയറി അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെയാണ് അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായി പഠനം നടത്തിയത് ആരാണ്? ദാദാഭായ് നവറോജി മാത്രമല്ല, R.C. ദത്ത്, അതുപോലെ മഹാദേവ ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വരികയാണ്, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായി പഠനം നടത്തിയവരിൽ പെടുന്നവരായിരുന്നു ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളായിരുന്നു ഇവർ എന്നുള്ള രീതിയിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ നമുക്ക് ദാദാഭായ് നവറോജിയുടെ കാര്യം അറിയാം. പക്ഷേ ബാക്കിയുള്ള രണ്ടുപേരുടെ ഉണ്ടോയെന്ന് കൺഫ്യൂഷൻ വരരുതല്ലോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമായി. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്രവിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ഇതൊക്കെ ജസ്റ്റ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മളധികം എന്ത് ചെയ്യണ്ട, അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അധികം നോക്കണ്ട. നെക്സ്റ്റ് ഇവിടെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിൽ 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഒരു തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണെന്നറിയോ, ഒബ്വിയസ്ലി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന വർഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. 19th സെഞ്ച്വറിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. അതാണ് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരിക. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ളൊരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനും വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ
ഈ പറയുന്ന രീതിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാര് ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ചുള്ള അവബോധമുള്ളവരായിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആരംഭിച്ച വർഷം നമ്മൾ ഒന്ന് പഠിക്കണം. ഇതിനോടൊപ്പം 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അത് ശ്രദ്ധിക്കണം കേട്ടോ, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് മെക്കാളെ പ്രഭു എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചിലപ്പോൾ ചോദിക്കാം ഇത് ആരാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ. ഓക്കെ, ആക്ച്വലി ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തതിലൂടെ എന്ത് സംഭവിച്ചു? പക്ഷേ ഇന്ത്യക്കാര് എന്താണ്, ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ് അവർ നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്നുള്ളതൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങി. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള ഒരു പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. പല ഭാഷകളിലായിരുന്നല്ലോ നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ പണ്ട് എന്താണ് പല ഭാഷകൾ സംസാരിക്കുന്നവർ. അപ്പൊ അവർക്ക് അവരുടെ ആശയങ്ങളെ കൈമാറാൻ ഒരു ബെസ്റ്റ് ഒരു എന്താണ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് മാറുകയാണ് പിന്നീട് ചെയ്തത്. സോ ദാറ്റ് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് എന്താണ് ഒരു ദേശീയതയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് എത്തി. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ മെക്കാളെ പ്രഭുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ. ആക്ച്വലി ഈ പറയുന്ന 1835 ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് വില്യം ബെന്റിക് ആയിരുന്നു. അപ്പൊ അതും ഇപ്പോൾ ഈ ഒരു ഇതിൽ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ആരായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ? ലോർഡ് വില്യം ബെന്റിക് ആയിരുന്നു. 1835 ഈ ആക്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് മെക്കാളെ പ്രഭുവിനെ വെക്കുന്നത്. ഓക്കെ, മെക്കാളെ പ്രഭുവാണ് ഇംഗ്ലീഷ് ആയിരിക്കണം ഒരു ഹയർ എഡ്യൂക്കേഷന്റെ മീഡിയം എന്നുള്ള രീതിയിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? നെക്സ്റ്റ്, സാഹിത്യവും പത്രങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഈ ബോക്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതിൽ നിന്ന് ചോദിക്കും. അപ്പൊ അത് ബൈ ഹാർട്ട് ആയിട്ട് തന്നെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇന്ത്യയിലെ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച സംഭവങ്ങളാണ് സാഹിത്യ കൃതികളും അതുപോലെ തന്നെ പത്രങ്ങളും. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും? ഈ പറയുന്ന സാഹിത്യത്തിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ ആയിരിക്കും അല്ലെ. അപ്പോ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവും ഒക്കെ സാഹിത്യ കൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായിട്ട് മാറി. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അങ്ങനെ പ്രധാന ദേശീയ സാഹിത്യകാരന്മാര് അവരുടെ ഭാഷയുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കുക. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോറും ബംഗാളി ഭാഷയിലാണ്. ലക്ഷ്മിനാഥ് ബറുവ ആസാമീസ് ആണ്. അത് കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലെ. ദെൻ വിഷ്ണു ശാസ്ത്രി ചിപ്ലിങ്കർ മറാത്തിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ സുബ്രഹ്മണ്യ ഭാരതി തമിഴ്, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, ദെൻ പ്രേംചന്ദും ഹിന്ദി, അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. അപ്പോൾ ഇതൊക്കെ പ്രധാന സാഹിത്യകാരന്മാരുടെ പേരും അവർ ഏത് ഭാഷയിലായിരുന്നു പ്രഗത്ഭരായിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പത്രങ്ങളിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായിട്ട് നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അത് ആരാണ്? രാജാ റാം മോഹൻ റായ് ആണ്. ഇത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംബാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബറും. അതോടെ ശ്രദ്ധിക്കണം. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. ഓക്കെ, ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാന പത്രങ്ങളാണ് ചുവടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പത്രങ്ങൾ ഇങ്ങനെ വളരെയധികം എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രതിഷേധമായിട്ട്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എന്താണ് ഇന്ത്യക്കാരുടെ പ്രതിഷേധം പത്രങ്ങളിലൂടെയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ആ വർത്തമാന പത്രങ്ങളുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്താൻ ശ്രമിച്ചു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വെർണാക്കുലർ പ്രസ് ആക്ട് വരുന്നത്. 1878 ഇത് പാസ്സാക്കുന്നത്. ഓക്കെ, 1878 പാസ്സാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്തെ വൈസ്രോയ് എന്നാണ് പറയേണ്ടത്, ഗവർണർ ജനറൽ അല്ല. കാരണം ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവി 1858 എന്താണ് ക്വീൻസ് പ്രക്ലമേഷനോട് കൂടി മാറിക്കഴിഞ്ഞു അല്ലെ. ഗവർണർ ജനറൽ എന്തായി മാറി? വൈസ്രോയ് ആയിട്ട് മാറി. അപ്പോൾ
1878 ഈ പറയുന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം എന്ന് പറയുന്ന സംഭവം പാസ്സാക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ലിട്ടൺ ആയിരുന്നു. ലോർഡ് ലിട്ടൺ ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യേണ്ടി വന്നു എന്നറിയോ? ഇത് റിപ്പീൽ ചെയ്യേണ്ടി വന്നു. അതായത് കുറേയധികം പ്രതിഷേധങ്ങൾ ഇങ്ങനെ ഒരു എന്താണ് ഈ ഒരു നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ നിയമത്തിലൂടെ എന്ത് ചെയ്തു എന്നറിയോ? പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരുന്നു പിന്നീട്. അപ്പോൾ ആ അത്രയും പ്രക്ഷോഭം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഇത് പിൻവലിക്കേണ്ടി വരും, അല്ലെ, റദ്ദാക്കേണ്ടി വരും. അപ്പോൾ ഇത് ഈ പറയുന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആരാണ് റിപ്പീൽ ചെയ്യുന്നത്? ലോർഡ് റിപ്പൺ ആണ്. ഓക്കെ, 1882. ഓക്കെ, അപ്പോൾ വെർണാക്കുലർ പ്രസ് ആക്ട് 1878 പാസ്സാക്കപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു വൈസ്രോയ് ലോർഡ് ലിട്ടൺ ആണ് ഇത് പാസ്സാക്കുന്നത്. ഇത് റിപ്പീൽ ചെയ്യുന്നത് ആരാണ്? അതായത് കുറേയധികം പ്രതിഷേധത്തെ തുടർന്ന് റിപ്പീൽ ചെയ്യുന്ന ആരാണ്? ലോർഡ് റിപ്പൺ ആണ്, 1882. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പഠിക്കാൻ ഏതൊക്കെ പത്രവും പത്രസ്ഥാപകരുമാണ്? അമൃത് ബസാർ പത്രിക ആരാണ് അതിൻ്റെ ആള്? അത് നമ്മൾ ഇതിൻ്റെ കൂടെ പഠിക്കണം. ഓക്കെ, ശിശിർ കുമാർ ഘോഷും അതുപോലെ തന്നെ മോത്തിലാൽ ഘോഷുമാണ് അമൃത് ബസാർ പത്രികയുടെ എന്താണ് നേതാക്കൾ. ഏത് ഭാഷയിലുള്ളതാണ് ആ പത്രം? ബംഗാളി ഭാഷയിലുള്ളതാണ് ആ പത്രം. ഓക്കെ, പിന്നെ ഏതാണുള്ളത്? ദ ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും ഏത് ഭാഷയിലുള്ള പത്രമാണ്? ഇംഗ്ലീഷ് ഭാഷയിലുള്ളതാണ്. ആക്ച്വലി ദി ഹിന്ദു എന്ന് പറയുന്നത് ജി സുബ്രഹ്മണ്യ അയ്യറിൻ്റെ നേതൃത്വത്തിലുള്ള 6 നാഷണലിസ്റ്റ് കൂടി തുടങ്ങിയതാണ് ദി ഹിന്ദു എന്ന് പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയത് ഒരു ഇംഗ്ലീഷുകാരൻ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും അത്ര ചോദിക്കാറില്ല കേട്ടോ, ആരാ തുടങ്ങിയത് എന്നുള്ള രീതിയിൽ. പിന്നെ മാതൃഭൂമിയും അല്ലമീനും. ഇതിൽ നമുക്ക് മലയാള ഭാഷയിലുള്ള ഈ 2 പത്രങ്ങളിൽ നമുക്ക് വേണ്ടത് അല്ലമീൻ പത്രം സ്ഥാപിച്ചത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യണം. ഓക്കെ, ഈ ന്യൂസ് പേപ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ദിനപത്രം അതേതാണ്? അത് ബംഗാൾ ഗസറ്റ് എന്നുള്ളതാണ്. ബംഗാൾ ഗസറ്റ് 1780 വരുന്നത്. ഓക്കെ, വർഷം പഠിച്ചില്ലെങ്കിലും ഇതാണെന്ന് മനസ്സിലാക്കുക. ഇത് ആരംഭിച്ചത് ആരാണ്? ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഇത് ചോദിക്കാം കേട്ടോ, കാരണം ഇദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഓക്കെ, പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യ ഇന്ത്യൻ ഭാഷാ ദിനപത്രം അതേതാണ് എന്നുള്ളതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇന്ത്യൻ ഭാഷാ ദിനപത്രം അത് സമാചാർ ദർപ്പണാണ്. ഏതാണ്? സമാചാർ ദർപ്പൺ. ഇത് ബംഗാളി ഭാഷയിലുള്ളൊരു ദിനപത്രമായിരുന്നു. അപ്പോൾ ഇത്രയും പത്രം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം തന്നെ പറയുന്നതും പഠിക്കുന്നതും ആരെക്കുറിച്ചിട്ടായിരിക്കും? രാജാറാം മോഹൻ റായിനെ കുറിച്ചിട്ടായിരിക്കും. കാരണം ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. 1772 ബംഗാളിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനം ഉണ്ടായിരുന്നു. ഒരു ബഹുഭാഷ പണ്ഡിതനായിരുന്നു രാജാറാം മോഹൻ റായ്. ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാലും അതെന്താണ്? ശരിയാണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ഇനി ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്, അല്ലെ, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, അതുപോലെ തന്നെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? രാജാറാം മോഹൻ റായ് തന്നെയാണ്, അല്ലേ. അതുപോലെ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ. കാരണം അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ നമ്മൾ പറഞ്ഞു, അല്ലേ, അതും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റായ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സതി നിർത്തലാക്കുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് സതി സമ്പ്രദായത്തിനെതിരെ ഒരു നിയമം തന്നെ പാസ്സാക്കപ്പെടുന്നത്. ആരാണ് പാസ്സാക്കുന്നത്? അത് വില്യം ബെൻഡിക്ക് തന്നെയാണ്. ഓക്കെ, ദെൻ ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ. ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം
ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 1828 നമുക്ക് മെയിനായിട്ട് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ LGS-നാണെങ്കിലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അത് ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. അതുപോലെ തന്നെ സ്ഥാപകരുടെ ഇതിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. അതുപോലെ തന്നെ മെയിൻലി ആ ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. 1828 സ്ഥാപിക്കുന്നത്. ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യകാല നാമം എന്തായിരുന്നു? ബ്രഹ്മസഭ എന്നുള്ളതായിരുന്നു. ഓക്കെ, ബ്രഹ്മസഭ എന്നുള്ളതായിരുന്നു ആദ്യകാല നാമം. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന ബ്രഹ്മസഭ പിന്നീട് ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് 1830 പക്ഷെ നമുക്ക് സ്ഥാപിച്ച വർഷം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, 1828 എന്നുള്ള ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ദെൻ ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. അതുപോലെ വിഗ്രഹാരാധന, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം കേട്ടോ. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ട വ്യക്തിയാണ് ആര്? രാജാ റാംമോഹൻ റായ്. അപ്പോൾ ഇത് ചിലപ്പോൾ പറയും വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് തരിക. എന്നാൽ അല്ല, അതിനെതിരെയാണ് എന്ത് ചെയ്തത്? നിലകൊണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, അദ്ദേഹം 1825 ഇപ്പോൾ ബ്രഹ്മസമാജം 1828 നമ്മൾ പറഞ്ഞത് അല്ലേ, 1828 പറഞ്ഞത്. 1825 കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നതും ഇദ്ദേഹമാണ്. ഓക്കെ, വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നതും രാജാ റാംമോഹൻ റായ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ 1830 ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂള്, ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് മിഷണറി സ്കൂള് സ്ഥാപിക്കുന്നതും ആര് തന്നെയാണ്? രാജാ റാംമോഹൻ റായ് തന്നെയാണ്, 1830. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്യേണ്ടതാണ്. ഇനിയും ഉണ്ട്, ധാരാളം ഉണ്ട് കേട്ടോ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാം, രാജാ റാംമോഹൻ റായിയുടെ കാര്യങ്ങളൊന്ന് നോക്കാം. വേണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ. ഒരു കാര്യം കൂടിയുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കേൾക്കാറുണ്ടത്. 1815 രാജാ റാംമോഹൻ റായ് സ്ഥാപിച്ചൊരു സംഘടനയാണ് ആത്മീയ സഭ. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആത്മീയ സഭയും അദ്ദേഹം സ്ഥാപിച്ചതാണ് 1815. 1828 അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും അദ്ദേഹത്തിൻ്റെതാണെന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ഒരു ആനുകാലിക പ്രസിദ്ധീകരണമുണ്ട്. ഓക്കെ, ആനുകാലിക പ്രസിദ്ധീകരണം, ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗദൂത്. ഓക്കെ, ബംഗദൂത് എന്നുള്ളതാണ്. വർഷം ഓർത്തില്ലെങ്കിലും ഈ പേര് ഓർത്താൽ മതി. ഓക്കെ, ബംഗദൂത് എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതിയാണ് തുഫത്ത് ഉൽ മുവാഹിദീൻ. ഓക്കെ, ഇത് ഓർക്കണം. ഓക്കെ, കൺഫ്യൂഷൻ ആവാൻ ഇതേ പേര് തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തുഫത്തുൽ മുജാഹിദീൻ ആരുടെയാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ്റെയാണ് കേട്ടോ. ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ടു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആരെക്കുറിച്ചിട്ടാണ്? ജ്യോതിറാവു ഫൂലെനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നോക്കാം, മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായിട്ട് പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. അപ്പോൾ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. അപ്പോൾ ഈ പറയുന്ന സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1873. നിങ്ങൾ വർഷവും ഒപ്പം നോക്കി പോകണം കേട്ടോ. 1873 സത്യശോധക് സമാജ് ഈ പറയുന്ന ജ്യോതിറാവു ഫുലെ അദ്ദേഹം സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുഖപത്രം, ഈ പറയുന്ന സത്യശോധക് സമാജിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് ദീൻ ബന്ധു എന്നുള്ളതാണ്. ദീൻ ബന്ധു. ഓക്കെ, അപ്പോൾ അദ്ദേഹം വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ സംഘടനയിലൂടെ നടത്തിയിരുന്നത്. അപ്പോൾ സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിഭായ് ഫുലെയും ഒപ്പമുണ്ടായിരുന്നു. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിഭായും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഓക്കെ, അപ്പോൾ പിന്നാക്ക ജാതിക്കാരെ സൂചിപ്പിക്കുന്നതിനായിട്ട് ഈ പറയുന്ന ദളിത് എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ ആദ്യമായിട്ട് ഉപയോഗിച്ചതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സത്യശോധക് സമാജ് ഉണ്ടല്ലോ, അത് പിന്നീട് 1930 ആയപ്പോൾ കോൺഗ്രസ്സിൽ ലയിച്ചു. ഓക്കെ, കോൺഗ്രസ്സിൽ ലയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഗുലാംഗിരി, അതുപോലെ തന്നെ ഇഷാര,
ഓക്കെ, ഇത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. നെക്സ്റ്റ് പണ്ഡിത രമാഭായിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എം ജി റാനഡെ ഉണ്ടല്ലോ, എം ജി റാനഡയുടെ ഭാര്യയായിരുന്നു ആര്, പണ്ഡിത രമാഭായ്. അപ്പോൾ എം ജി റാനഡയുടെ പ്രസ്ഥാനത്തിൻ്റെ പേരെന്താണ്? പൂനെ സാർവജനിക് സഭ അല്ലേ. പൂനെ സാർവജനിക് സഭ 1870 സ്ഥാപിക്കുന്നത്. ഓക്കെ, പൂനെ സാർവജനിക് സഭ എം ജി റാനഡയുടെ. പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവ്, പശ്ചിമ ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് എം ജി റാനഡെയാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാഭായ്. കർണാടക സ്വദേശിയായ രമാഭായ് സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാഭായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. ഓക്കെ, ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായിട്ട് ആര്യ മഹിളാ സമാജം എന്ന സംഘടന അവർ സ്ഥാപിച്ചു. 1882 ആര്യ മഹിളാ സമാജം എന്ന് പറയുന്ന ഈ ഒരു സംഭവം സ്ഥാപിക്കുന്നത്. ഓക്കെ, വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും അവരെന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. അത് 1889. ഓക്കെ, 1889 ശാരദാ സദനം സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലൂടെ എന്താണ്, സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ പദ്ധതിയും ആരംഭിച്ചു. 1889 തന്നെയാണ് ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അവർ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് ഓർക്കാൻ എളുപ്പമാണ്. ശാരദാ സദനം 1889. അതുപോലെ തന്നെ ഈ പറയുന്ന INCയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എവിടെ വെച്ച് നടന്നതാണ്? ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെ കണ്ടു. അത്യാവശ്യം വേണ്ട എക്സ്ട്രാ അഡീഷണൽ പോയിൻറ്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ തുടക്കത്തിൽ എന്താണ് വേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ, സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നുള്ള രീതിയിൽ, അതായത് ഈ പറയുന്ന സാഹിത്യകൃതികൾ അത് ഏത് ഭാഷയിൽ ആരൊക്കെയായിരുന്നു അതിൽ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു, അതുപോലെ എന്താണ് പത്രങ്ങളിലൂടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഇതിനെതിരെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് വന്ന പത്രങ്ങൾ, അതുപോലെ തന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ അത് സ്ഥാപിച്ച ആൾക്കാരുടെ പേര് കുറച്ചേ നമുക്ക് ടെക്സ്റ്റ് തന്നിട്ടുള്ളൂ. പക്ഷേ ഇതിൽ കൂടുതൽ നമ്മൾ പിന്നീട് അങ്ങോട്ട് പഠിക്കും. കൂടുതൽ പത്രങ്ങളും അത് തുടങ്ങിയ വ്യക്തികളുടെ പേരും ഏത് ഭാഷയിലാണെന്നുള്ളതും പഠിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പഠിച്ച ഇത് വെച്ചിട്ട് വെർണാക്കുലർ പ്രസ് ആക്ടിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്, അതുപോലെ തന്നെ ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ആരാണ്, ഇന്ത്യൻ ഭാഷയിൽ ആദ്യം ഇറങ്ങിയ പത്രം ഏതാണെന്ന് പറയുന്ന കുറേയധികം അഡീഷണൽ ഫാക്ട്സ് നമ്മൾ ഇന്നത്തെ പറഞ്ഞു പോയി. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു SCERT ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ കേവലം അതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് അല്ലാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യുക, ആഡ് ഓൺ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരൊറ്റ ഇതിലൂടെ തന്നെ നമുക്ക് എന്താണ് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ സാമൂഹിക പരിഷ്കർത്താക്കൾ എടുക്കുമ്പോൾ കുറേയധികം ഫാക്ട്സ് എന്ത് ചെയ്യും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിൽ കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത് നമ്മൾ എന്താണ് മിക്കവാറും PYQs ഒക്കെ കണ്ടിട്ടായിരിക്കും പറയുക അല്ലേ. അപ്പോൾ ഞാനതൊക്കെ കണ്ടതിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും ആഡ് ഓൺ ചെയ്ത് പറഞ്ഞത്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേയധികം കാര്യങ്ങളുണ്ട് ഓരോരുത്തരെയും കുറിച്ച് പറയാൻ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്രയൊക്കെ പഠിക്കുകയും ചെയ്യാം. ഓക്കെ, പക്ഷേ കുറേയധികം കാര്യങ്ങൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ചോദ്യപേപ്പർ നോക്കിയത് വെച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ചോദിക്കാറുണ്ട്, കണ്ടിട്ടുണ്ട്, പലരും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാം. റാങ്ക് ഫയലിലൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. പക്ഷേ വേണ്ടത് മാത്രം പഠിച്ചു പോകുന്നതായിരിക്കും ബെറ്റർ. ഇനി എന്തെങ്കിലും പുതിയ ചോദ്യപേപ്പറുകളിൽ പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്ത് പോകാം. ഇനി എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചധികം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിനോട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ വർഷവും കൂടെ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ് സ്ഥാപിക്കുന്നത്. 1867 സ്ഥാപിക്കുന്നത്. ഓക്കെ, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്ഥാപിക്കുന്നത്. 1875 സ്ഥാപിക്കുന്നത്. ഓക്കെ, ദെൻ അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് സ്ഥാപിക്കുന്നത്. അത് ഏത് വർഷമാണ്? അതും 1875. അപ്പോൾ നമുക്ക് ഓർക്കാൻ എളുപ്പമുണ്ട് അല്ലേ, ആര്യ സമാജവും ഇതും. അതുപോലെ തന്നെ തിയോസഫിക്കൽ സൊസൈറ്റി ഇത് സ്ഥാപിക്കുന്നത് ഏത് വർഷമാണ്? 1875 തന്നെയാണ്. കണ്ടോ, അപ്പോൾ ഈ 3 ഒരേ വർഷം തന്നെയാണ് വന്നിട്ടുള്ളത്. ആര്യ സമാജം, അലിഗഡ് പ്രസ്ഥാനം, തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നത് മാഡം ബ്ലാവറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും കൂടിയാണ്. ഇത് സ്ഥാപിക്കുന്നത് ആക്ച്വലി എവിടെയാണ്? അമേരിക്കയിലാണ്. ഓക്കെ, ന്യൂയോർക്കിലാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. അതിൽ ഈ പറയുന്ന തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ മുഖ്യ പ്രവർത്തകയായിരുന്നു ആര്? ആനി ബസന്റ്. ഓക്കെ, ബ്രഹ്മവിദ്യാസംഘം എന്ന പേരിൽ അറിയപ്പെട്ടത് ഈ പറയുന്ന തിയോസഫിക്കൽ സൊസൈറ്റിയാണ് എന്നുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക.
നെക്സ്റ്റ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്ന ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. 1897 സ്ഥാപിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം അദ്ദേഹം ഈ പറയുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. ദെൻ ഹിതകാരിണി സമാജം സ്ഥാപിക്കുന്ന ആരാണ്? വീരേശലിംഗം പന്തലുമാണ്. അപ്പോൾ അത് സ്ഥാപിക്കപ്പെട്ട വർഷം 1906 സ്ഥാപിക്കുന്നത്. വീരേശലിംഗം പന്തലുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്ധ്രയിലെ രാജാറാം മോഹൻ റായ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ആരാണ്? വീരേശലിംഗം പന്തലുവാണ്. നെക്സ്റ്റ് സ്വാഭിമാന പ്രസ്ഥാനം ആരാണ് സ്ഥാപിക്കുന്നത്? EV രാമസ്വാമി നായ്ക്കറാണ് സ്ഥാപിക്കുന്നത്. 1925 തമിഴ്നാട്ടിലാണത് അല്ലേ? അത് നമുക്കറിയാവുന്ന കാര്യമാണ്. തമിഴ്നാട്ടിലാണ് സ്ഥാപിക്കുന്നത്. തന്തൈ പെരിയാർ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ ഇദ്ദേഹത്തെ പറയാറുണ്ട്. വൈക്കം ഹീറോ ഒക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ എവിടെയാണ്? വൈക്കത്താണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP അല്ലേ? 1903 കേട്ടോ അത് വരുന്നത്. ഓക്കെ, 1903 മെയ് 15 ശരിക്കും പറഞ്ഞാൽ രൂപം കൊണ്ടത്. കൊല്ലത്താണ് രൂപം കൊള്ളുന്നത് കേട്ടോ. രൂപം കൊള്ളുന്നത്. പിന്നെ ഇതിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ SNDP പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ നിങ്ങൾ. കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണത്. ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് ആദ്യ ഉപാധ്യക്ഷൻ. അതുപോലെ തന്നെ ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്. ഓക്കെ, പിന്നെ 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത് അല്ലേ? 1898 അരുവിപ്പുറം ക്ഷേത്ര യോഗം രൂപീകൃതമാകുന്നത്. ഓക്കെ, ക്ഷേത്ര യോഗം രൂപീകൃതമാകുന്നത്. 1904 ശിവഗിരി മഠം ശ്രീനാരായണ ഗുരു സ്ഥാപിക്കുന്നു. പിന്നെ SNDPയുടെ ആദ്യ മുഖപത്രമാണ് എന്ത്? വിവേകോദയം അല്ലേ? വിവേകോദയം എന്ന് പറയുന്നതാണ് മുഖപത്രം. വിവേകോദയം. ഓക്കെ, കുമാരനാശാനാണ് ഇത് സ്ഥാപിക്കുന്നത്. ഈഴവ ഗസറ്റ് എന്നുള്ള അപരനാമത്തിൽ ഇത് അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ SNDPയുടെ മുഖപത്രം എന്താണ്? അത് യോഗനാഥം എന്നുള്ളതാണ് ഇപ്പോൾ SNDPയുടെ മുഖപത്രം. യോഗനാഥം. ഓക്കെ, ഇത്രയും കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് സാധുജന പരിപാലന സംഘം 1907 രൂപീകരിക്കപ്പെടുന്നത്. SNDPയുടെ രൂപീകരണത്തിൻ്റെ SNDP രൂപീകരിച്ച ആ ഒരു സംഘടനയുടെ പ്രവർത്തനം, അതിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അയ്യങ്കാളി ഈ പറയുന്ന സാധുജന പരിപാലന സംഘം ആരംഭിക്കുന്നത്. 1907 സ്ഥിരം ചോദിക്കാറുണ്ട് കേട്ടോ, വർഷം ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം, ഇതിൻ്റെ മുഖപത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. സാധുജന പരിപാലിനി എന്നുള്ളതാണ്. 1913 കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആര്യ സമാജം എന്ന് പറയുന്നത്. ഇപ്പോൾ ആര്യ സമാജം റിലേറ്റഡായിട്ട് ഇപ്പോൾ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ശുദ്ധി പ്രസ്ഥാനവും ആര്യ സമാജവും സ്ഥാപിക്കുന്ന ആര് തന്നെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആര്യ സമാജത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. വേറെ ഒന്നുമല്ല, 1875 സ്വാമി ദയാനന്ദ സരസ്വതി ബോംബെയിലാണ് ഇത് ആദ്യം സ്ഥാപിക്കുന്നതെങ്കിലും പിന്നീട് ഇത് ലാഹോറിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. ആസ്ഥാനം കേട്ടോ, ഹെഡ് ക്വാർട്ടേഴ്സ്. ദെൻ വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യ സമാജം. എന്തൊക്കെയാണ് ഈ പറയുന്ന? വിഗ്രഹാരാധനയും ശൈശവ വിവാഹം. ഓക്കെ, ഇത് രണ്ടുമാണ്. ഓക്കെ, 10 സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഈ ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എപ്പോഴും കുറേയധികം ചോദിക്കാറുണ്ട് കേട്ടോ. ദയാനന്ദ സരസ്വതിയെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരെന്താണ്? മൂൽശങ്കർ എന്നായിരുന്നു. മൂൽശങ്കർ. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ സത്യാർത്ഥ പ്രകാശം. എന്താണ് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന കൃതി രചിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ഇതൊക്കെ റിലേറ്റഡ് ഫാക്ട്സ് എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അതൊക്കെ. അതുപോലെ വേദഭാഷ്യ ഭൂമിക, ഗോകാരുണാനിധി, ഋഗ്വേദാദി ഭാഷ്യ ഭൂമിക, ഇതൊക്കെ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അതിൽ ഈ പറയുന്ന സത്യാർത്ഥ പ്രകാശമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അത് ചോദിക്കാറുണ്ട്. ഇന്ത്യക്കാർക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയതാരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക്. അതുപോലെ സ്വരാജ് സ്വഭാഷ സ്വധർമ്മ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, അതുപോലെ തന്നെ വേദങ്ങളിലേക്ക് മടങ്ങാൻ, ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവും ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ ഒരു ടേബിൾ പഠിക്കുമ്പോൾ ഇതുമായിട്ട് നമ്മൾ കണ്ട ഈ പറയുന്ന ഓരോ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ വർഷവും അതുപോലെ അത് സ്ഥാപിച്ച സ്ഥാപകരെക്കുറിച്ചും കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെയെല്ലാം നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഇവിടെ വെച്ച് നിർത്താം. ഇനി നെക്സ്റ്റ് അടുത്ത ഏരിയയാണ്. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അപ്പോൾ ഈ ഒരു ഓർഡർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. പ്രാർത്ഥനാ സമാജമാണ് ആദ്യം വരുന്നത്. ആര്യ സമാജം 1875 തന്നെ അലീഗഡ് പ്രസ്ഥാനം തിയോസഫിക്കൽ സൊസൈറ്റി വരുന്നു. പിന്നെ രാമകൃഷ്ണ മിഷനാണ്. ഇത്
ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്ന ടേബിളിലെ ക്രോണോളജിക്കൽ ഓർഡറുള്ളത് മാത്രമാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറേയൊക്കെ ഉണ്ടാകും, പക്ഷേ നമുക്ക് ടെക്സ്റ്റിലുള്ളത് വെച്ചിട്ട് കുറച്ചും കൂടെ LGSന് നമുക്ക് ആവശ്യം വരും. ഓക്കെ, പിന്നെ ഓർഡർ അനുസരിച്ച് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാണ് വരുന്നത്. പിന്നെ ഏതാണ് ഹിതകാരിണി സമാജം, പിന്നെ സാധുജന പരിപാലന സംഘം, പിന്നെ സ്വാഭിമാന പ്രസ്ഥാനം. അപ്പോൾ ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം. ബാക്കിയുള്ളത് നിങ്ങൾ എന്താണ് എക്സ്ട്രാ റെഫറൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പഠിക്കുന്നത് എളുപ്പമല്ലേ, ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് ഓരോ പാഠഭാഗത്തും വേണ്ടത് ഇപ്പോൾ ടെക്സ്റ്റിലില്ലെങ്കിൽ കൂടി അത് എന്താണ് ഞാൻ റെഫർ ചെയ്തിട്ട് ആഡ് ഓൺ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ, അഡീഷണൽ എന്നുള്ള രീതിയിൽ. അല്ലാതെ നമ്മൾ കുറേയധികം ഫാക്ട്സ് മഗപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളതൊക്കെ നിങ്ങൾ പറയും. ഇങ്ങനെ നമുക്ക് എക്കണോമിക്സിലൊക്കെ ഓരോന്നും പറയാനുണ്ടാവും, ഓരോന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വാസ്റ്റായിട്ട് നമ്മൾ SCERT ചാപ്റ്ററിനോടൊപ്പം തന്നെ കാര്യങ്ങൾ പഠിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.